വളാഞ്ചേരിയെ ലഹരി മാഫിയ പിടിമുറുക്കിയിരിക്കുകയാണ്. ഞങ്ങൾ നിൽക്കുന്ന ഈ റോഡും ഇതിൻ്റെ പരിസര പ്രദേശങ്ങളും ബസ് സ്റ്റാൻഡിന് പിന്നിലുള്ള പ്രദേശങ്ങളിലുമാണ് ലഹരി മാഫിയ പിടിമുറുക്കിയിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ തകൃതിയായി നടക്കുമ്പോഴും വളാഞ്ചേരിയിലെ ലഹരി മാഫിയയ്ക്ക് ഇതൊന്നും ബാധകമല്ല. വളാഞ്ചേരി പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ബസ് സ്റ്റാൻഡിനു പിന്നിലെ മഹാത്മാ റോഡിൽ നിന്നുള്ള കാഴ്ചകളാണിത്. പട്ടാപ്പകലാണ് നഗരമധ്യത്തിൽ ഈ ലഹരി വിൽപ്പന നടക്കുന്നത്. വിൽപ്പനക്കാരിലേറെയും ഇതര സംസ്ഥാന തൊഴിലാളികൾ, ഇടപാടുകാരിൽ കുട്ടികളടക്കമുണ്ട്. പണവുമായി കാത്തുനിൽക്കുന്ന ഇടപാടുകാർക്കടുത്തേക്ക് വിൽപ്പനക്കാർ നടന്നെത്തും. അതിവേഗത്തിൽ മയക്കുമരുന്ന് പൊതി കൈകളിൽ വെച്ചുകൊടുത്ത് സ്ഥലം വിടും. രഹസ്യ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ലഹരി വിൽപ്പനയും തകൃതിയാണിവിടെ. ലഹരി വിൽപ്പനക്കാരുടെയും ഇടപാടുകാരുടെയും ദൃശ്യങ്ങളാണ് ഈ ചാനൽ പുറത്തുവിടുന്നത്. കുട്ടികളടക്കം ഇടപാടുകാരിലുണ്ടെങ്കിലും ഇപ്പോൾ തൽക്കാലം ആ ദൃശ്യങ്ങൾ ഞങ്ങൾ പുറത്തുവിടുന്നില്ല. വളാഞ്ചേരി ടൗണിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ താമസിക്കുന്ന സ്ഥലമാണ് മഹാത്മാ കോളേജ് റോഡ്. അവിടെയാണ് ഈ ലഹരി ഇടപാട് തകൃതിയായി നടക്കുന്നത്. പലരും പലപ്പോഴായി ലഹരി വിൽപ്പന കേസിൽ അകത്തായവർ. പക്ഷേ പലപ്പോഴും ചെറിയ ക്വാണ്ടിറ്റി ലഹരി വസ്തുവാണ് പിടിക്കപ്പെടുന്നതെങ്കിൽ നിയമത്തിന്റെ പഴുതുപയോഗിച്ച് ജാമ്യം നേടി പുറത്തുവരും. പിന്നെ വീണ്ടും ലഹരി വിൽപ്പനയിലേക്ക് കടക്കും. അളവ് കുറവാണെങ്കിൽ ശിക്ഷയും കുറയും എന്നതാണ് ഇവർക്ക് വീണ്ടും ലഹരി വിൽപ്പന നടത്താൻ ധൈര്യം നൽകുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു ചോദ്യം അവശേഷിക്കും: നമ്മുടെ നിയമവ്യവസ്ഥ തന്നെയല്ലേ ഇത്തരക്കാരെ വളർത്തുന്നത്? ഓപ്പറേഷൻ തൂഫാനും തണ്ടറും പോലുള്ള ലഹരി വേട്ടകൾ തകൃതിയായി നടക്കുമ്പോഴും ഈ റെയ്ഡുകളിൽ പിടികൂടപ്പെടുന്നവർ പോലും എത്ര പേർ ദീർഘകാലത്തേക്ക് ശിക്ഷ ലഭിച്ച് അകത്തുകിടക്കുന്നുണ്ട് എന്നുള്ള ചോദ്യം കൂടി ബാക്കിയാകുന്നു. ഉത്തരം തരേണ്ടത് ഇവിടുത്തെ പോലീസും നിയമവ്യവസ്ഥയുമാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിലടക്കം ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കേന്ദ്രങ്ങളിൽ കയറി പോലീസ് വേട്ട നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കാഴ്ചയുടെ ബാക്കി പത്രം എന്തുകൊണ്ട് വളാഞ്ചേരിയിൽ സംഭവിക്കുന്നില്ല? ഈ ഒരു കാര്യം പുറത്തു വരുമ്പോഴെങ്കിലും ഇവിടുത്തെ നിയമ സംവിധാനവും പോലീസും കണ്ണു തുറക്കുമെന്ന് വിശ്വസിക്കാം. എന്തുകൊണ്ട് പോലീസിന് ഈ ലഹരി മാഫിയയെ അടിച്ചമർത്താൻ സാധിക്കുന്നില്ല എന്നതിനുത്തരം പറയേണ്ടത് ജനങ്ങൾ കൂടിയാണ്. ജനങ്ങൾ പറയട്ടെ, എന്താണ് വളാഞ്ചേരിയിൽ സംഭവിക്കുന്നത്?